ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മധുസൂദൻ ഒരാളെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് രവീന്ദ്രനെ അപമാനിക്കാനായിട്ട്. അയാളെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ദേ ആ ഇരിക്കുന്നതാണ് കക്ഷി, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യണമെന്ന്. അന്നേരം അയാൾ ഓക്കെ സാറെന്ന് പറഞ്ഞ് പോയി രവീന്ദ്രൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് കാലും വെച്ച് ഫോണൊക്കെ നോക്കി ഇരിക്കുകയാണ്. അന്നേരം രവീന്ദ്രൻ നോക്കുമ്പോൾ രവീന്ദ്രൻ്റെ മുണ്ടയിലോട്ട് ഇങ്ങനെ കാല് വെച്ച് ഷൂ വെച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനഃപൂർവ്വം ചെയ്യുന്നെന്ന് ശരിക്കും മനസ്സിലാകുന്നുണ്ട് രവീന്ദ്രന്. നോക്കുമ്പോഴത്തേന് മധുസൂദൻ അത് നോക്കി നിൽക്കുകയാണ്. ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രവീന്ദ്രന് മനസ്സിലാകും. രവീന്ദ്രൻ ഉടനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് സച്ചി എവിടെ ഇരിക്കുന്നത്. അപ്പോൾ സച്ചി പുറകിലിരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരത്തിന് രവീന്ദ്രൻ സച്ചിയെ ഇളക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് മിണ്ടാതങ്ങിരിക്കും. ആ സമയത്താണ് അശോകൻ രവീന്ദ്രൻ്റെ ഫ്രണ്ട് ഉടനെ പറയും, എടാ താൻ എന്നെ നോക്കിയിരിക്കുന്നത് തന്നെ മനഃപൂർവ്വമല്ലേ അവൻ തൊഴിക്കുന്നതെന്ന് ചോദിക്കും. അത് കാര്യം ശരിയാ, നീ ഒന്നും മിണ്ടണ്ട, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ ഉടനെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. പുറത്തിറങ്ങി കഴിഞ്ഞ് രവീന്ദ്രൻ അശോകനോട് പറയുന്നുണ്ട്, എടോ അവൻ മനഃപൂർവ്വം എൻ്റെ തുണിയെ ചവിട്ടിയതാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അത് മധുസൂദനൻ ചെയ്യിപ്പിച്ചതാണ്. കാരണം എന്നെ അപമാനിക്കാൻ വേണ്ടി. ഞാനിവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാലോ ചോദിക്കുകയോ വല്ലതും ചെയ്താലോ സച്ചി അത് കേൾക്കും. അവൻ അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ പ്രശ്നം ഉണ്ടാക്കും. അതിനുവേണ്ടി അവനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കാനായിരിക്കും ചിലപ്പോൾ അവരതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ എങ്ങോട്ടേലും മാറിയിരിക്കാമെന്ന് പറഞ്ഞ് അശോകനെ വിളിച്ചുകൊണ്ട് രവീന്ദ്രൻ വേറൊരിടത്തോട്ട് മാറിയിരിക്കുകയാണ്. ഈ സമയം വർഷയ്ക്ക് ആകെ ടെൻഷനാണ്. ചന്ദ്രമതി അച്ഛൻ വരുമോ എന്ന് ചോദിച്ച് അങ്ങ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ എന്താ ഒരുങ്ങുന്നൊന്നും ഇല്ലേ, മേക്കപ്പ് ഇട്ടാൽ നിന്നാൽ മതിയോ? ഇപ്പം ചടങ്ങിൻ്റെ സമയമാകും, വരാൻ പറയും. ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നതാണോ വലിയ കാര്യം? ആൻറ്റിയാണ് എന്നെ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അച്ഛൻ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ ചന്ദ്രമതിയും ഫാമയും കയറി വരുന്നുണ്ട്. ശ്രുതി, നീ ഒരുങ്ങിയില്ലേ? എൻ്റെ അച്ഛൻ ഇത് എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചായിരുന്നു, അച്ഛൻ മലേഷ്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. എന്നാലും അദ്ദേഹത്തിന് എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത്? മകളുടെ ഇങ്ങനൊരു ചടങ്ങിന് വരേണ്ടതല്ലേ, കല്യാണത്തിനോ വന്നില്ല, ഇങ്ങനൊരു ചടങ്ങിന് വരണം എന്ന ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ശ്രുതി പറയും, അച്ഛൻ ബിസിനസ് തിരക്കിലില്ലായിരുന്നു ആൻറ്റി, അതുകൊണ്ടാണെന്നൊക്കെ പറയും. എന്തായാലും ഈ ചടങ്ങിന് പങ്കെടുത്തേ പറ്റത്തുള്ളൂ, എത്രയും പെട്ടെന്ന് ഒരുങ്ങി നീ റെഡിയായി പുറത്തേക്ക് വരാൻ പറയും. അന്നേരത്തേന് ശ്രുതി ശരി ആൻറ്റി പെട്ടെന്ന് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പ് പല പ്രാവശ്യം പറയുന്നുണ്ട് അച്ഛനെ ഒന്ന് വിളിക്കാൻ. അപ്പോൾ ശ്രുതി ചുമ്മാ ഫോണെടുത്ത് ആക്ഷൻ കാണിക്കുന്നതാണെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് പറയും കിട്ടുന്നില്ല, എയർപോർട്ടിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയാണ്. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, ശ്രുതി നിൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം ഒരുപാട് മാറിപ്പോയി കേട്ടോ. നിന്നോട് പണ്ടുണ്ടായിരുന്ന അതേ സോഫ്റ്റ്നെസ് ഒന്നും ഇപ്പോൾ സംസാരിക്കുന്നതിലില്ലല്ലോ എന്ന് പറയും. അതെ, അവർ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുക, എപ്പോഴാണ് അവരുടെ തനി സ്വഭാവം വരുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല. ആകെ ഞാൻ കെണിയിലാകപ്പെട്ട പോലെ നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ പോലൊക്കെ കാര്യം നടക്കുമോ? സച്ചിയെ ഇളക്കാനായിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കും ആൾ. എന്നാൽ പറയും അതൊക്കെ വരും, നീ സച്ചി എവിടെ ഇരിപ്പുണ്ടോയെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാമോ എന്ന് ചോദിക്കും. ഉടനെ പറയും അതിനെന്താ, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരി ഹാളിലേക്ക് വരുന്നുണ്ട്. ഹാളിൽ വന്ന് നോക്കുമ്പോഴത്തേന് സച്ചിയും രേവതി അവിടെ ഇരിക്കുന്നത് കാണും. തിരിച്ചു ചെന്ന് കൂട്ടുകാരി ശ്രുതിയോട് പറയുന്നുണ്ട്, അവരവിടെ ഇരിപ്പുണ്ട്, രേവതിയുടെ കൂടെ മിണ്ടാതിരിക്കുക എന്ന് പറയും. അത് രേവതി പറഞ്ഞ് കാണും, വാ തുറന്നു പോയേക്കരുതെന്ന് പറഞ്ഞതിനനുസരിച്ച് അനങ്ങാതിരിക്കുന്നതെന്ന് പറയും. നീ പറഞ്ഞ ആൾ വരുമോ എന്ന് ചോദിക്കും. അവൻ എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് കൂട്ടുകാരി പറയുന്നുണ്ട്, ഇപ്പം തന്നെ വരും, അവൻ വന്നു കഴിഞ്ഞിട്ട് സച്ചിയെ വെള്ളം അടിപ്പിച്ചോളും, അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവം അങ്ങ് മാറും, അവനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ഉടനെയാണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത്. ആര് വരാത്ത കാര്യമാണെന്ന് ചോദിക്കും. അല്ല ഇവളുടെ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞെന്ന്. ഏയ് അവനെന്നാ ശ്രുതി പറഞ്ഞെന്ന് പറയും. അവനെന്നല്ല അവരെന്നാ പറഞ്ഞേ, അവരെത്തിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞെന്ന് പറയും. എനിക്കങ്ങനെ തോന്നിയതായിരിക്കും എന്നൊക്കെ ശ്രുതി പറയുന്നിട്ട് പറയും, എൻ്റെ ഒരു സ്പ്രേ നിൻ്റെ ബാഗിലായിപ്പോയി, അതൊന്ന് എടുത്തു തരാൻ പറയും. അതിനെന്താ എടുത്തു തരാമെന്ന് പറഞ്ഞ് ശ്രുതി അകത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമയും ഇതുപോലെ സച്ചിയെ ഇളക്കാൻ വേണ്ടി ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ വരാത്തതിൻ്റെ ടെൻഷനിലാണ് മഹിമ. ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേന് മധുസൂദനൻ വരുന്നു ചോദിക്കുന്നുണ്ട്, എന്താ മഹിമ നീ ആരെയും നോക്കി നിൽക്കുന്നത്? ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നല്ലോ സച്ചിയെ ഇളക്കാൻ വേണ്ടി, അയാൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല എന്ന് പറയും. ഇപ്പം വരുമായിരിക്കും, എന്തായാലും കാര്യം നടക്കുമല്ലോ അല്ലേ എന്ന് പറയും. അതെ, അയാൾ വന്നിട്ട് സച്ചിയെ ഇളക്കുക തന്നെ ചെയ്യും. അന്നേരം പിന്നെ ആകെ പ്രശ്നമാകും. സച്ചി കാരണം പ്രോഗ്രാമെല്ലാം അലങ്കോലമായല്ലോ എന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുകാരെല്ലാം തമ്മിൽ സച്ചിയെ ഒറ്റപ്പെടുത്തും. പിന്നെ ശ്രീകാന്തും സച്ചിയുടെ നേരെ കൈ ഓങ്ങുകയും ചെയ്യും. അവസാനം ശ്രീകാന്തും വർഷയും നമ്മുടെ വീട്ടിൽ നിൽക്കും. പിന്നെ ഒരിക്കലും അവൻ്റെ വീട്ടിലേക്ക് പോകില്ല. അങ്ങനെ പോകാതിരിക്കാനായിട്ട് ഞാൻ അവരുടെ മനസ്സ് മാറ്റുക തന്നെ ചെയ്യുമെന്നൊക്കെയാണ് മഹിമ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രീകാന്ത് പറയുന്നുണ്ട്, കാര്യം നടന്നാൽ കുഴപ്പമില്ല എന്ന് പറയും. അതെ, ഞാൻ
ഞാനതൊക്കെ കാര്യമൊക്കെ കറക്റ്റായിട്ട് നടത്തിയെടുത്തിരിക്കുന്നു, നോക്കിക്കോ എന്ന് പറഞ്ഞാണ് മഹിമ നിൽക്കുന്നത്. ഈ സമയം സച്ചി രേവതിയുടെ അടുത്ത് മിണ്ടാതിരിക്കുകയാണ്. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ പറയും. ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ രേവതി അനക്കാതിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, സച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. സുഖമാണെന്നൊക്കെ ആംഗ്യം കാണിക്കുകയാണ്. എന്ത് എല്ലാവരും എന്തൊക്കെ അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുമ്പോൾ അവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ കൈ ആംഗ്യം കാണിച്ചിട്ട് നിൽക്കുമ്പോഴത്തേന് കൂട്ടുകാരൻ പറയുന്നുണ്ട്, എന്താ വളവളാന്ന് സംസാരിക്കുന്ന ഇവനെന്നെ ഇപ്പം മിണ്ടാത്തെന്ന് ചോദിക്കും. എന്തായാലും ഞാൻ പുറത്ത് കാണും കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ ഇറങ്ങിപ്പോവും. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, മിണ്ടത്തില്ലെന്ന് ഉറപ്പാണോ എന്ന്. അതേന്ന് പറഞ്ഞാൽ സച്ചി കാണിക്കുവാണേ. രേവതി സച്ചിയുടെ കാലിൽ ഞുള്ളു കാണും, ഒരുപാട് ഞുള്ളു, ഒത്തിരി വേദന എടുക്കുന്നുണ്ട് സച്ചിക്ക്. സച്ചി എന്നിട്ടും വാ തുറക്കാതെ സൈഡിലോട്ട് മുഖം വെച്ചിരുന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. മാക്സിമം ഞുള്ളി പറിച്ചിട്ടും സച്ചി അനങ്ങുന്നില്ലെന്ന് അറിയുമ്പോഴത്തേന് രേവതിക്ക് അങ്ങ് സങ്കടമാകും. ഉടനെ സച്ചി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേന് നന്നായിട്ട് വേദനിച്ചോ എന്നൊക്കെ ചോദിക്കും. ഇല്ലെന്നുള്ള പരുവത്തിൽ സച്ചി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ കാല് തിരുമ്പുമ്പോഴത്തേന് രേവതി ഉടനെ ആ കാല് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് മിണ്ടിക്കാൻ വേണ്ടി ചെയ്തതാ, സോറി എന്നൊക്കെ പറയും. അന്നേരം രേവതിയുടെ കയ്യിൽ ഒക്കെ പിടിക്കുന്നുണ്ട് സച്ചി. പിന്നീട് കാണിക്കുന്നത് വർഷ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങി ഇരിക്കുകയാണ്. അപ്പം കൂട്ടുകാരികളെല്ലാം കൂടെ കൂടി സ്വർണ്ണമൊക്കെ ഇടിക്കുമ്പോഴത്തേന് വർഷ പറയും, ഇത്ര ഒന്നും സ്വർണ്ണം എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇത് ഇറിറ്റേറ്റ് ആകുന്നൊക്കെ പറയും. എടി നിൻ്റെ കല്യാണത്തിനോ ഇട്ടില്ല, ഇപ്പോൾ ഈ ഫംഗ്ഷനിൽ ഇടുന്നത്, പിന്നെ ഇനി ഇടുന്നത് നിൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടിനായിരിക്കും എന്നൊക്കെ പറയും. അത് ഉടനെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളെന്നൊക്കെ പറയുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞെന്ന്. അതല്ല, കുറച്ച് കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങത്തുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഉടനെ വർഷ അങ്ങ് പറയും. എന്നാൽ കൂട്ടുകാരികൾ പറയുന്നത് ഞങ്ങൾ പോയി ജ്യൂസ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്തായാലും വർഷ നീ ഒരുപാട് സൗന്ദര്യം വെച്ചിട്ടുണ്ട്, ഇപ്പം നല്ല സുന്ദരിയായിരിക്കുന്നു, സ്വർണ്ണവും ഒക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്തിട്ടപ്പം നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ സാരി സ്വർണ്ണമൊക്കെ ഇടുമ്പോഴാണോ ഭംഗി എന്നൊക്കെ ചോദിക്കും. അങ്ങനല്ല, ഇന്നിപ്പം നിന്നെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് പറയും, നിൻ്റെ കവളയിൽ എന്താ ഒരു പാടെന്ന് ചോദിക്കുക. എവിടെയാണെന്ന് ചോദിച്ച് വർഷം ഇങ്ങനെ തപ്പുമ്പോഴത്തേന് പറയുന്നത് ഇവിടാന്ന് പറഞ്ഞ് മുഖത്തൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത്. അപ്പോൾ കൊള്ളാം നിനക്ക് ഇച്ചിരി റൊമാൻസ് ഒക്കെ കൂടുന്നുണ്ടെന്നൊക്കെ പറയും. അതെന്താ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കും. അണ്ണൻ പറയും, അതിനൊന്നും കുഴപ്പമില്ല, എനിക്കാണല്ലോ റൊമാൻസ് കൂടുതൽ, ഇന്നിപ്പോൾ എന്താ നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് എന്തോ എനിക്കിപ്പോൾ അങ്ങനെ തോന്നി, ഇപ്പം നമ്മൾ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വർഷ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വർഷയുടെ അമ്മ അങ്ങോട്ട് കയറി വരും. മോൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല, സോറി എന്നൊക്കെ പറയാം. അതിനെന്താ ആൻറ്റി എന്ന് പറഞ്ഞ ഉടനെ തന്നെ ശ്രീകാന്ത് പുറത്തേക്ക് പോകും. അന്നേരം വലിയ ഒരു മാലയും കൂടെ എടുത്തിട്ട് വർഷയുടെ അമ്മ അങ്ങോട്ട് വർഷയുടെ കഴുത്തിൽ ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്വർണ്ണം വേണ്ട അമ്മയെന്നൊക്കെ പറയും. നിൻ്റെ കല്യാണത്തിനോ ഇടിയിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മളുടെ ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ നമ്മുടെ മഹിമ കാണിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ മാലയൊക്കെ ഇടിയിച്ച് വെക്കും. എന്നിട്ട് പറയും, ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം നടക്കുന്നത്, അത് കഴിഞ്ഞാണ് മോളത്, അതുകൊണ്ട് ആ ഫംഗ്ഷന് മോള് വന്ന് കാണണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വരാൻ പറയും. അതിനെന്താ ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് വർഷം ഒരുങ്ങുകയാണ്. വർഷം മാലയൊക്കെ പിടിച്ചിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.